ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഇത് തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ചൂടോടുകൂടിയും കഴിക്കാം. ഇതൊരു ഹോട്ട് പുഡിംഗ് അല്ലെങ്കിൽ കോൾഡ് പുഡിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കാര്യം. ഡിസേർട്ട് ഐറ്റമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് പുഡിംഗാണ് ഇത്. ഒരു ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് എന്ന് പറയും. ഒരു മെറിങ്കോ എല്ലാം വെച്ച് നല്ല ഭംഗിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ്. ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്റ്റീം ചെയ്തും ചെയ്യാം. എന്തായാലും നമ്മളുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൊട്ടി പൊടിച്ചത് 4 കപ്പ്, മുട്ട 4 എണ്ണം, പശുവിൻ പാൽ 1/2 ലിറ്റർ, പഞ്ചസാര 3/4 കപ്പ്, കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ, വെണ്ണ 50 ഗ്രാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ, വീണ്ടും പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് വേണ്ടത് റൊട്ടിപ്പൊടി. റൊട്ടിപ്പൊടി എന്ന് വെച്ചാൽ ഡ്രൈ ബ്രെഡ് ക്രംസ് അല്ല, ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ്. ബ്രെഡിൻ്റെ സ്ലൈസസ് കഷ്ണങ്ങൾ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലോ വലിയ ബൗളിലോ ഇട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 10-12 പീസ് നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ 4 കപ്പ് ബ്രെഡ് ക്രംസ്, ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി കിട്ടും. അങ്ങനെ 4 കപ്പ് റൊട്ടിപ്പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉണങ്ങിയ ബ്രെഡ് പൗഡർ അല്ല, പിന്നെന്താണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുത്തത്. അതൊരു സൈഡിലേക്ക് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കാം. അതായത് പാല് 1/2 ലിറ്റർ പാൽ. പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. 1/2 ലിറ്റർ പാൽ, അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, കുറച്ച് കുമിച്ചെടുക്കുക, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെന്താ വേണ്ടത്, ഒരു 50 ഗ്രാം വെണ്ണ. വെണ്ണയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, ഇത്ര നിർബന്ധമില്ല. 50 ഗ്രാം വേണമെന്നില്ല, 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതിയാകും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. വേണം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് പാലൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുക, പഞ്ചസാര അലിയണം. ഈ കൊക്കോ പൗഡറെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടും. കാര്യം പാല് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇത് അലിഞ്ഞ് വരും, എല്ലാം കൂടി ഒന്നിച്ചാണ്. വെണ്ണയും നന്നായിട്ട് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ മെൽറ്റ് ചെയ്ത് യോജിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പാൽ മിശ്രിതം, കൊക്കോ പൗഡർ, പാൽ, വെണ്ണ, പഞ്ചസാര, ഈ മിശ്രിതം ഒന്ന് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ മിശ്രിതം ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. പാലെല്ലാം തിളച്ചു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് യോജിച്ചു. അതായത് പഞ്ചസാര അലിഞ്ഞു, പിന്നെ വെണ്ണ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു, പിന്നെന്താണ്, കൊക്കോ പൗഡർ നന്നായിട്ട് യോജിച്ച് കിട്ടി. ഇനി ഇത് വേറൊന്നും ചെയ്യാനില്ല, ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുക്കുക എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലേക്ക് മാറണം. നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ പാൽ മിശ്രിതം നന്നായിട്ട് തണുത്തു കഴിഞ്ഞു, പാകത്തിന്, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞു, അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി ഇതിലേക്ക് നമ്മൾ 4 മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കാം. മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പാൽ മിശ്രിതം കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത് വരും, കാര്യങ്ങൾ കുറച്ചുകൂടി തിക്നെസ് തോന്നിക്കും. ഇനി ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ റൊട്ടി പൊടിച്ച് വെച്ചിരിക്കുന്ന 4 കപ്പ് റൊട്ടിപ്പൊടിയിലേക്ക് നമ്മുടെ ഈ പാൽ മുട്ട മിശ്രിതം ഒഴിക്കാൻ പോവാണ് ഞാൻ. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി. അപ്പോൾ 4 കപ്പ് റൊട്ടിപ്പൊടിയും ചേർത്തു. അതിലേക്ക് ഈ മുട്ട പാൽ മിശ്രിതം ചേർത്തു. മുട്ടയെന്ന് പറഞ്ഞാൽ മുട്ടയുടെ 4 മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം പ്രത്യേകം വെച്ചിരിക്കുവാണ്, അത് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വാനില എസൻസ് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഇത് അല്പം സമയം മാറ്റി വയ്ക്കണം. മാറ്റി വയ്ക്കുന്നതിന് മുന്നേ നമ്മളിതൊരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമ്മളുടെ ഈ മിശ്രിതം മാറ്റണം. അപ്പോൾ ഈ പുഡിങ്ങിന് ഞാൻ ബേക്ക് ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ്. ഇതിൽ കുറച്ച് വെണ്ണ തടവിയിട്ടുണ്ട്. പാത്രത്തിൽ അല്പം വെണ്ണ കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ടല്ലോ, പക്ഷേ ഇത് ഇരിക്കും തോറും ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. കാര്യം ഈ റൊട്ടിപ്പൊടി ഇങ്ങനെ ആ പാലിനെ കുറച്ചുകൂടി ഒന്ന് വലിച്ചെടുക്കും. ബ്രെഡ് പുഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം യോജിപ്പിച്ച് നമ്മൾ പുഡിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കും. ഇനി ഇത് കുറച്ചൊരു 10 മിനിറ്റ് സമയം ഇങ്ങനെ ഇരിക്കട്ടെ.
5 മുതൽ 10 മിനിറ്റ് സമയം വരെ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. അത് കഴിഞ്ഞിട്ട് ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ ചൂടായി കിടക്കുന്ന ഇലക്ട്രിക് അവനിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. ഇനി ഒരു 30 മിനിറ്റ് സമയം വയ്ക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് സമയം വരെ ടൈമർ ഒന്ന് സെറ്റ് ചെയ്യാം. 180 ഡിഗ്രി ചൂട്, 180 ഡിഗ്രി ചൂട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഞാൻ നമ്മളുടെ അവനിൽ നിന്നും പുഡിങ് എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഇത് ഇതിൻ്റെ മേളിലൊരു ടോപ്പിംഗ് കൊടുക്കണം. അതാണ് മെറിഞ്ഞു വെച്ചിട്ട്, അതായത് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി ഒരു 10 മിനിറ്റ് സമയം വീണ്ടും ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയുടെ മഞ്ഞ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി 4 മുട്ടയുടെ വെള്ള ഇനി നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. അപ്പോൾ എഗ് വൈറ്റ് ഇപ്പോൾ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാനുൾസ് ആണ്, പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര. അത് കുറേശ്ശെ വീണ്ടും ബീറ്റ്. അപ്പോൾ നമ്മളുടെ മെറിഞ്ചു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ലതായിട്ട് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ നിരത്തണം. ഇത് ശരിക്കും നല്ലതായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ കോരി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. മുട്ടയുടെ വെള്ളയാണത്. അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുഡിങ് കണ്ടില്ലേ ഇപ്പം എന്ത് ഭംഗിയല്ലേ, മേളിലിങ്ങനെ സ്നോ മാതിരി, ഒരു പകുതി ബ്രൗൺ കളർ ചോക്ലേറ്റ്. ഇനി ഇത് വീണ്ടും നമ്മൾ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം, ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി ചൂടിൽ തന്നെ ബേക്ക് ചെയ്യണം. അതായത് ഈ മെറിംഗോ, ഈ നമ്മുടെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം നമ്മൾ വെച്ചത് ആ ഭാഗം, അതിൻ്റെ മുകൾ ഭാഗം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ, ചെറിയൊരു കളർ ഡിഫറൻസ് വരുന്നവരെ ഇതൊന്നുകൂടി ഒന്ന് ഉറയ്ക്കും. ആ ഒരു ഫീല്, അങ്ങനെ ആ എഗ് വൈറ്റ് ഒന്ന് റെഡിയായി വരും. അങ്ങനെ ഒരു മെറിംഗോ സ്റ്റൈൽ, അത് ശരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ, ഗോൾഡൻ കളർ ആകുന്നവരെ ബേക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം എന്തായാലും വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് റെഡിയാവും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് മെറിംഗു പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ പകുതി ഭാഗം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ സാധിക്കും, ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ സാധിക്കും ഈ പുഡിങ്. പക്ഷേ ഈ മെറിംഗു വെച്ചിട്ട് ഇങ്ങനെ മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിംഗ് വെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കണ്ടില്ലേ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ. അപ്പോൾ ശരിക്കും ഒരു 10 മുതൽ 12 മിനിറ്റ് സമയം മതി ഇങ്ങനെ ആകാനായിട്ട്. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് ഇത് ഹോട്ട് പുഡിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് വിളമ്പാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒരു കോൾഡ് പുഡിംഗ് ആയിട്ട് കൊടുക്കാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എളുപ്പമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നു.